ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അങ്ങനെ നമ്മളെ ഇന്ന് 9ാമത്തെ നോമ്പിന് വേണ്ടി നമ്മൾ അത്താഴത്തിന് വേണ്ടി എണീച്ചിരിക്കുകയാണ്. ഇപ്പോൾ സമയം 4:15 സമയം. അപ്പം ഇൻഷാ അള്ളാ നമ്മൾ അങ്ങനെ 8 എണ്ണം പിന്നിട്ടിട്ട് ഇപ്പം 9ാമത്തേതിലേക്ക് കടന്നിക്കാൻ ഇൻഷാ അള്ളാ അത് പൂർത്തീകരിക്കണം നമുക്ക്. അപ്പോൾ അതിൻ്റെ ഉൾപ്പെടുത്തിക്കുള്ള വീഡിയോസ് തന്നെയാണ് പതിവ് പോലെ ഇന്നത്തേതും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. പിന്നെ നമ്മളൊരു ഗീവ് എവേ കൊണ്ടൊരു ഷോർട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്, അത് പോയി കാണുക എല്ലാവരും. അപ്പോൾ ഗീവ് എവേ എല്ലാവരും പങ്കെടുക്കുക. ഇൻഷാ അള്ളാ എല്ലാവർക്കും ഇത് ആരെങ്കിലുമൊക്കെ ഒരാൾ ജയിക്കും. ആ സമ്മാനം നമ്മൾ തീർച്ചയായിട്ടും വീട്ടിലെത്തിക്കുന്നതോ അല്ലെങ്കിൽ പോസ്റ്റ് വഴി അയച്ചു തരുന്നത് ആയിരിക്കും. അപ്പോൾ ഡീറ്റെയിൽ ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്നുള്ളത് ആ ഷോർട്ട് പോയിട്ട് കാണുക. ഫസ്റ്റ് മൈ ഗിവ് അവേ എന്നാണ് എൻ്റെ ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ 9ാമത്തെ ഡേ വ്ളോഗ് റമദാൻ 9th ഡേയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നമ്മുടെ ശുദ്ധമായ റമദാൻ്റെ 9ാമത്തെ ദിവസം ഇവിടെ തുടങ്ങുകയാണ്. നമ്മൾ അത്താഴം കഴിക്കാൻ വേണ്ടി പോവാണ്. അത്താഴത്തിൻ്റെ ഫുഡ് നമുക്കിന്ന് പുട്ടാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കഴിക്കണം, ഇൻഷാ അള്ളാ നിസ്കരിക്കണം. അങ്ങനെ പതിവ് പോലെ തന്നെ നമ്മുടെ 9ാമത്തെ വ്ളോഗ് തുടങ്ങാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും കാണുക, സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണണം, നമ്മൾ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇൻഷാ അള്ളാ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോ നമുക്ക് ഉണ്ടായിരിക്കുക. ബാക്കി വിശേഷങ്ങൾ പയ്യെ നമുക്ക് കണ്ടുകൊണ്ട് വരാം. പുരിയും ഇതാണ് ഗായ്സ് നമ്മളെ ഇന്നത്തെ അത്താഴത്തിൻ്റെ ഫുഡ്. പഴമുണ്ട്, നല്ല ആവി പറക്കുന്ന ഫുഡുണ്ട്. ആവി പറക്കാനുണ്ടോ എന്നറിയില്ല നിങ്ങൾ. ആവി പറക്കുന്ന ഫുഡുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ലഡുവിന്ന് വാങ്ങിയ ഒരു സ്പെഷ്യൽ പിക്കളുണ്ട്. അതൊക്കെ കൂട്ടിയിട്ട് നമുക്ക് ഈ അത്താഴം ഇൻഷാ അള്ളാ കഴിക്കാം. നാളത്തെ നോമ്പിൻ്റെ വിശേഷം. ഇന്നത്തെ നോമ്പിന് നാളെയല്ല, ഇപ്പോൾ സമയം 4:45 കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് കഴിച്ചിട്ട് സെറ്റാവട്ടെ കേട്ടോ. അപ്പം നമ്മളിത് ഭക്ഷണമൊക്കെ കഴിച്ചു. വയറ് ഫുള്ളായിരുന്നു. പുട്ടുണ്ടായിരുന്നത് കുറച്ച് അധികം കഴിച്ചിട്ടുണ്ട് ഫുഡ്. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ നോമ്പിനുള്ള തയ്യാറെടുപ്പിനായി തുടങ്ങി. ഇൻഷാ അള്ളാ ഇനി നോമ്പ് പൂർത്തീകരിക്കുന്നതും അതിൻ്റെ ഇടയിലുള്ള വിശേഷങ്ങളുമായിട്ടായിരിക്കും നമ്മൾ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് നിസ്കരിക്കാൻ പോകണം, അത് കുറച്ച് ഓതാൻ പോകണം. ഇതൊന്നും എപ്പോഴും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, അതൊക്കെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കണമല്ലോ. അപ്പോൾ അതൊന്നും കൂടുതൽ കാണിച്ചിട്ട് നമ്മൾ വെറുപ്പിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ മറക്കണ്ട, നമ്മൾ ഗിവ് അവേ അത് മുറിക്കൽ എല്ലാവരും പങ്കെടുക്കണം. പേര് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതിലൂടെ നറുക്കെടുപ്പിലൂടെ 1M വ്യൂസ് ആകുമ്പോഴാണ് നമ്മളത് എല്ലാവരും നറുക്കെടുക്കുന്നത്. അപ്പോൾ അതിലൂടെ കിട്ടുന്ന ഭാഗ്യശാലിക്ക് 13,000 രൂപയുടെ ഒരു സമ്മാനമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. എന്താണ് കഴിക്കുന്നതൊക്കെ നമ്മൾ ഷോർട്ട് പോയിട്ട് കാണുക, അത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതിനിടയിൽ പേര് കമൻറ്റ് ചെയ്യുക മറക്കണ്ട കേട്ടോ. അപ്പം നമ്മൾ ആക്കി നേരം വെളുത്തിട്ട് വിശേഷങ്ങൾ എന്തൊക്കെയാണുള്ളത് നിങ്ങൾക്ക് കാണിക്കാം. അങ്ങനെ ഗായ്സ് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞു, നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇരുത്തോണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിന്ന് 9ാമത്തെ നോമ്പിലാണ് നമ്മളിപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ ആ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് ഇതിൻ്റെ മുമ്പത്തെ ഇട്ടാണ് വിചാരിക്കണം, അലക്കിലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇനി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോകണം. നമ്മൾ സ്പെഷ്യൽ നോമ്പ് തുറ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് വേണ്ടി തന്നെ നമ്മൾ സ്പെഷ്യൽ ഐറ്റംസ് അതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണണ്ടേ. അപ്പോൾ ഞാൻ കടയിൽ പോകണമെന്ന് നമ്മൾ കാണിക്കണില്ല, ദിവസം തന്നെ കാണിക്കുന്നില്ല. അപ്പം ഞാൻ കടയിൽ പോയിട്ട് വരുന്നു ഈ ഭാരം. ഇന്ന് നമ്മൾ 9ാമത്തെ നോമ്പിൽ ഒരു സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കേണ്ടത് ഒരു സ്പെഷ്യൽ റമദാൻ ഡ്രിങ്ക് ആൻഡ് എയ്റ്റ് എന്നുള്ള സാധനമായിട്ട്. അതിന് നമുക്ക് സാധനങ്ങൾ ഇത്രയൊക്കെ ആപ്പിൾ, ബനാന, അത് കസ്റ്റർഡ് പൗഡർ, പാല്, ഇതെങ്ങനെ ഉണ്ടാക്കി വരുന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഓക്കെ, ഇന്ന് നമ്മൾ 9ാമത്തെ റമദാനിൻ്റെ സ്പെഷ്യലാണ്. നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് കഴിക്കണമെന്ന് കണ്ടോളാം. പരമായിട്ട് പൊരി നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇപ്പോൾ തന്നെ തിളക്കുന്നതിന് മുമ്പ് പഞ്ചസാര മാത്രം കുറക്കണം, അത്രയും നല്ലതാണ് കേട്ടോ. ഇവിടെ തിളക്കാനയക്കുന്നത്. അപ്പോൾ നമ്മൾ കസ്റ്റർഡ് പൗഡർ എടുത്തിട്ടുണ്ട്, വാനില ഫ്ലേവറുള്ള കസ്റ്റർഡ് പൗഡർ കുറച്ച് നമ്മൾ പാലിൽ തന്നെ നമ്മളത് മിക്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇതാക്കി വെക്കുക. അത് പാല് നല്ല തിളക്കുമ്പോൾ സമയത്ത് തിളക്കാൻ നല്ല തിളക്കുന്നതിന് നല്ല ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ ഇന്നത്തെ വേറെ ഒരു സ്പെഷ്യലും കൂടി ഉണ്ട്, അല്ലെങ്കിൽ ആൻസർ സ്പെഷ്യലല്ല, അത് പുറത്താക്കില്ല. ഇതൊരു സ്പെഷ്യലായിട്ടുള്ള സാധനമാണ്. എല്ലാവരും നോമ്പറക്കുമ്പോഴൊക്കെ ഉണ്ടാക്കി നോക്കി വെച്ചിട്ട് നമുക്ക് വിശപ്പ് മാറും, ദാഹം മാറും. അതിലേക്ക് നമ്മൾ കസ്റ്റർഡ് പൗഡർ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റുക.
അപ്പം നമ്മുടെ ഇവിടെ റമദാൻ സ്പെഷ്യലിൻ്റെ വേറെ ഐറ്റംസ് കൂടി നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വെയിറ്റ് നല്ല ചൂടുണ്ട് കേട്ടോ. അടുപ്പത്തിക്കൊണ്ട് ഫാനൊന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഈ സ്പെഷ്യലായിട്ടുള്ള ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ ഫ്രഷ് ഫ്രൂട്ട്സ് റമദാൻ സ്പെഷ്യൽ ഡ്രിങ്കാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഇനി അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വേറെ ഐറ്റംസാണ്. അത് എന്താണെന്ന് നോക്കാം ആ സംസ്കാരം കഴിഞ്ഞിട്ട് കേട്ടോ. എവിടുക്കാ എന്ത് പഠിക്കാനാ? ഒറ്റക്ക് പോവോ? അപ്പം വരണ നടക്ക് നെച്ചങ്ങനെ കടയിലേക്ക് പോവാട്ടോ. ഒറ്റക്കല്ല പോണ്, പിന്നാലെ ക്യാമറയും പോണ്ട്. ഗായ്സ് അപ്പം നമുക്ക് കുറച്ചുകൂടി സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു സൈഡല്ല. അപ്പോൾ കാർ എടുത്തിട്ട് എന്തായാലും ഫോണിൽ നടക്കേണ്ടത് വരുള്ളൂ. നമ്മൾ തൊട്ടപ്പുറത്ത് ഒരു സൂപ്പർ മാർക്കറ്റുണ്ട്, അതിലേക്ക് ഒന്ന് പോയിട്ട് വരാം കേട്ടോ. ഗായ്സ് അപ്പം നമുക്ക് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ അടുത്ത സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ബർഗർ ഉണ്ടാക്കാൻ പോകണം. ബർഗർ ഉണ്ടാക്കാൻ ഇതൊന്ന് വേണ്ടിയിട്ട് ഇപ്പം വരാം. അത് ഗായ്സ് നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ വീട്ടിൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കുന്നതിൻ്റെ പാറ്റീസ് ഒന്ന് പൊരിച്ചെടുക്കുക, എന്നിട്ട് ബർഗർ അങ്ങനെ സെറ്റ് ചെയ്യാം. സെറ്റ് ആക്കി തരാം കേട്ടോ. കേസിൻ്റെ ലോങ് ആകുന്നുണ്ടാവില്ല. അപ്പം നമ്മൾ ബർഗറിനുള്ള പാറ്റീസ് ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഇത് ഫ്രൈ ആയിട്ടുണ്ട്. നമ്മൾ 10 ഉണ്ടാക്കണുള്ളൂ, ഓമ്പക്കല്ലേ. അങ്ങനെ ഇപ്പോൾ എല്ലാവരും ഇത് തിന്നോളണമെന്നില്ലല്ലോ. അപ്പോൾ നമ്മളിത് ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കണം. ഇത് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണിക്കാൻ. അതിന് വേണ്ട നമുക്ക് പാറ്റീസ് നമ്മൾ ഇന്നലെ ലുലു പോയപ്പോൾ മേടിച്ചാണ്. പിന്നെ മയണൈസ് ഉണ്ട്, അതുപോലെ സോസ് ഉണ്ട്, പിന്നെ വെജിറ്റബിൾസ് ഉണ്ട് നമ്മൾ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ക്യാരറ്റ് നമുക്ക് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ, പിന്നെ ടൂത്ത് പിക്കും ഉപയോഗിച്ചെന്ന് വെച്ചാൽ ടൈറ്റ് ആയിട്ടിരിക്കും. അപ്പോൾ നമുക്കത് സെറ്റ് ചെയ്യുന്ന വിവരങ്ങൾ ഇപ്പോൾ കാണിച്ചു. അപ്പോൾ ഗായ്സ് നമ്മൾ ഇത് ബണ്ണ് ഇവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബണ്ണിന് സെൻറ്റർ ഇങ്ങനെ കട്ട് ചെയ്യുക. നമ്മൾ ബർഗർ ബന്നായിരുന്നു ഉദ്ദേശിച്ചത്. ബർഗർ ബന്നല്ല, നമ്മൾ സ്വീറ്റ് ബന്നാണ് മേടിച്ചത്. സ്വീറ്റ് ബന്ന് ബർഗർ ബന്നാണ് കുഴപ്പമൊന്നുമില്ല. ആ ബർഗർ ബണ്ണിന് കുറച്ച് മധുരം കുറവുണ്ടെന്നുണ്ടാവുള്ളൂ, പക്ഷെ അത് ബാലൻസ് ചെയ്യേണ്ട. നമുക്ക് കുഴപ്പമില്ലാണ്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക. ഒന്നിച്ചിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഫില്ല് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ബെറ്റർ ആയിരിക്കും. ഞാനിവിടെ ഒരു വെക്കുന്നുണ്ട്. ബാക്കി നമുക്ക് അങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മയണൈസാണ്. അത് ആദ്യം എല്ലാത്തിലും ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പുറം ഇപ്പുറം കൊടുത്തോളൂ കേട്ടോ. ഇത് നന്നായിട്ടൊന്നിങ്ങനെ തേച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ സോസ് ഒരു സൈഡിൽ മാത്രം നമ്മൾ കൊടുക്കുള്ളൂ കേട്ടോ. കൊണ്ടാണ്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ ഈ സോസ് വേണമെങ്കിൽ ഓപ്ഷനലാണ് കേട്ടോ. നമുക്കിത് വേണമെങ്കിൽ നമ്മൾ മയോണൈസിൽ പെപ്പറൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ അടിച്ചിട്ടുള്ളത്. സ്പെഷ്യലായിട്ടാണ് അറിയാത്ത ഉണ്ടാക്കിയ മയോണൈസാണ്. പിന്നെ ശേഷം നമ്മൾ 2 കുക്കുംബർ വെക്കുന്നു. ഒരു കസ്തിൻ്റെ 2-3 കസ്തിൻ്റെ ഇല, അതേപോലെ തന്നെ 2 കുക്കുംബർ. പിന്നെ നമ്മൾ കുറച്ച് തക്കാളി, പിന്നെ നമ്മൾ ക്യാരറ്റ് പീൽ ചെയ്തെടുത്താട്ടത്. പീൽ ചെയ്തെടുത്തുമ്പോൾ കടിക്കാനും സുഖം. അപ്പോൾ എല്ലാത്തിലും ഈ സാധനങ്ങളൊക്കെ വെക്കണം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഓപ്ഷനിലാണ് കേട്ടോ. ഉള്ളിയൊക്കെ വെക്കുന്നത് ഓപ്ഷനിലാണ്. നമുക്കിത് കടിക്കുമ്പോൾ ടേസ്റ്റ് കിട്ടും. പിന്നെ നമ്മൾ ഈ പാറ്റീസാണ് വെക്കുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ കുറച്ചുകൂടി നമ്മൾ ശേഷം നമ്മൾ ഇത് എടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. ചൂപ്പിക്കെടുത്തതിന് ശേഷം ഇത് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇതിൽ ഈ ക്യാരറ്റ് വരുന്നത് കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്നുണ്ടാകുമ്പോഴത്തേക്ക് ലോക്കായി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാ ബർഗറും നമ്മൾ അങ്ങനെ തന്നെ ചെയ്തെടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. കസ്റ്റൊക്കെ അധികം ടച്ചെങ്കിൽ കുറച്ച് വെച്ചു വിടാം.
അപ്പോൾ നമ്മുടെ ചിക്കൻ ബർഗർ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വേറൊരു ഐറ്റംസും കൂടി ഉണ്ട്. നമ്മുടെ സ്പെഷ്യൽ ഫ്രൂട്ട്സ് സലാഡ്. അപ്പോൾ നമ്മുടെ നോമ്പ് തുറക്കാനുള്ള ബർഗർ റെഡിയാണ്. സമൂസ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ ഫ്രൂട്ട്സ് സാലഡ് നമുക്കുണ്ട്. തരിക്കഞ്ഞി ഉണ്ട്. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ഇന്ന് ഗോവയുടെ വാട്ടർമെലൺ ജ്യൂസ് അല്ല, ഇത് എന്താ പറയുക, പേരക്കയുടെ ഡ്രിങ്കാണ് ഇപ്പം നമുക്ക് ഉള്ളത്. അതുപോലെ തന്നെ കട്ട് ഫ്രൂട്ട്സ് നമുക്ക് ഇന്ന് ഉണ്ട്. നമുക്ക് അങ്ങനെ നോമ്പ് തുറക്കാൻ ഇപ്പം നോമ്പ് കൊടുക്കുക, ബാങ്ക് കൊടുക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് നോമ്പ് തുറക്കുന്ന വിശേഷങ്ങൾ, അത് കഴിഞ്ഞ് ബാക്കി വിശേഷങ്ങൾ ഗൈസ്. അങ്ങനെ നമ്മുടെ 9ാമത്തെ നോമ്പും ഇവിടെ വിട പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന നിമിഷങ്ങൾ മാത്രം ബാക്കി. ഓക്കെ. അപ്പം നമുക്ക് ഇഡ്ഡലി ഉണ്ട്, നമുക്കിന്ന് ഇഡ്ഡലിയാണുള്ളത്. അതുപോലെ സ്പെഷ്യൽ വാടാനപ്പള്ളി ചമ്മന്തി, അതുപോലെ പച്ചമുളക് അരച്ച ചട്നി ഉണ്ട്. അപ്പം എന്നാൽ പോരട്ടെ പ്ലേറ്റിലേക്ക്. ഇത് 2 ഇഡ്ഡലി, 1 2 ഇഡ്ഡലി, ചമ്മന്തി പോന്നിട്ടെ, ചമ്മന്തി അങ്ങനെ ചട്നി പോരട്ടെ. ചട്നീനെ മുൾക്കൂടെ ഒഴിച്ചോട്ടെ, മുൾക്കൂടെ ഒഴിക്കും വരൂല. ചട്നിയും ചമ്മന്തിയും അങ്ങനെ സെറ്റായിട്ടുണ്ട്. ഞാനിത് കഴിച്ചിട്ടാവട്ടെ കേട്ടോ. അപ്പോൾ ഗൈസ്, അങ്ങനെ നോമ്പ് തുറന്ന് 9ാമത്തെ നോമ്പും ഇവിടെ അൽഹംദുലില്ലാഹ് അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ നോമ്പ് തുറയും വിശേഷങ്ങളുമായിട്ടുള്ള ഒരു വീഡിയോ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. അടുത്ത വീഡിയോസുമായി വീണ്ടും വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ.